നമ്മൾ സുരക്ഷിതരാണെന്ന് കരുതുന്ന ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കിടപ്പറയിലെ രഹസ്യങ്ങൾ പോലും മറ്റാരോ ഇരുട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിലോ? ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്തവർക്ക് എന്തിനാണ് സ്വകാര്യത എന്ന് അധികാര കസേരയിലിരുന്ന് ഭരണാധികാരികൾ ചോദിക്കുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതം എങ്ങനെയാണ് ഇല്ലാതാകുന്നത് എന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു കഥയാണിത്. ഇന്ത്യൻ ഗവൺമെന്റ് അതീവ രഹസ്യമായി വാങ്ങിയ പെരിസ്കോപ്പ് എന്ന മിലിറ്ററി ഗ്രേഡ് സ്പൈവെയർ രാജ്യസുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞുണ്ടാക്കിയ ഈ മാരക ആയുധം ഒടുവിൽ മാധ്യമപ്രവർത്തകർക്കും ആക്ടിവിസ്റ്റുകൾക്കും സാധാരണ പൗരന്മാർക്കും നേരെ തിരിയുന്നു. ബ്ലാക്ക് മെയിലിംഗും ഭീഷണികളും കൊണ്ട് രാജ്യം ശ്വാസം മുട്ടുമ്പോൾ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച കേന്ദ്രമന്ത്രി നളിനി രാമകൃഷ്ണൻ പ്രതിരോധ മന്ത്രി JP സുന്ദരത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഈ സ്പൈവറിൻ്റെ നിയന്ത്രണം തൻ്റെ മകൻ ശക്തി സുന്ദരത്തിൻ്റെ ശക്തി സൊല്യൂഷൻസ് എന്ന സ്വകാര്യ IT കമ്പനിക്ക് കൈമാറാനായിരുന്നു JPSൻ്റെ പദ്ധതി. എന്നാൽ ഒരു സർജറിക്ക് തൊട്ടു മുമ്പ് നളിനി അതീവ രഹസ്യമായി ഈ പ്രൊജക്റ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച DRW ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡാനിയൽ ജെയിംസിനെ കാണുന്നു. പെരിസ്കോപ്പ് വഴി നിരീക്ഷിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് നിരപരാധികളായ പൗരന്മാരുടെ പൂർണ്ണമായ ലിസ്റ്റ് പുറത്തെടുക്കാൻ അവൾ ഡാനിയലിനോട് ആവശ്യപ്പെടുന്നു. അതൊരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. തൻ്റെ ഓഫീസിൽ നിന്നും അതീവ രഹസ്യ സ്വഭാവമുള്ള ആ വിവരങ്ങൾ ഡാനിയൽ പുറത്തെടുക്കുന്നു. UK സൈബർ സുരക്ഷാ ഗവേഷകരായ ഡോക്ടർ ആയിഷ ഇക്ബാലിൻ്റെയും ഡോക്ടർ സ്കോട്ടിൻ്റെയും സഹായത്തോടെ അയാൾ അന്വേഷണം ആരംഭിക്കുന്നു. എന്നാൽ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് നളിനി രാമകൃഷ്ണൻ ഒരു സർജറിക്ക് ശേഷം പെട്ടെന്നുണ്ടായ ഇൻഫെക്ഷൻ കാരണം മരണപ്പെടുന്നു. അതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്ന് ഡാനിയൽ ഉറപ്പിച്ചു. ഇതിനിടയിൽ സമാജ് സേവ എന്ന പേരിൽ രാജ്യവ്യാപകമായി ഡിജിറ്റൽ വെൽഫെയർ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ശക്തി സുന്ദരം രംഗത്തെത്തുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു വിമാനാപകടത്തിൽപ്പെട്ട കാഡറ്റ് ആയിരുന്ന ശക്തിയുടെ ജീവൻ ഡാനിയലും അസിസ്റ്റന്റ് മൈക്കിൾ ദേവസിയും ചേർന്നാണ് രക്ഷിച്ചത്. എന്നാൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്വന്തം അച്ഛൻ JPS അയാളെ എയർഫോഴ്സിൽ നിന്നും മാറ്റി കോർപ്പറേറ്റ് ലോകത്തേക്ക് ഇറക്കുകയായിരുന്നു. ഈ സ്പൈവെയർ ലിസ്റ്റ് താൻ പരസ്യമാക്കുമെന്ന് ഡാനിയൽ DRW ചീഫ് ശ്രീധരനെ അറിയിക്കുന്നു. എന്നാൽ ശ്രീധരൻ ഡാനിയലിനെ ചതിച്ചു. വിവരങ്ങൾ JPSന് ചോർത്തി നൽകിയതോടെ ഡാനിയൽ വേട്ടയാടപ്പെടാൻ തുടങ്ങി. എല്ലായിടത്തും നിരീക്ഷണ ക്യാമറകളും ഏജന്റുമാരും. ഒടുവിൽ ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെട്ട് ലണ്ടനിലേക്ക് കടക്കുന്നതിനിടയിൽ ഡാനിയൽ വിമതൻ എന്ന പേരിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. തൻ്റെ ഒപ്പിലാണ് ഈ മാരക സോഫ്റ്റ്വെയർ രാജ്യത്ത് വന്നതെന്നും ഇത് നിരപരാധികൾക്ക് എതിരെയാണ് ഉപയോഗിക്കുന്നതെന്നും തുറന്നു പറഞ്ഞ് ആ മുഴുവൻ ലിസ്റ്റും അയാൾ ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്യുന്നു. 2 വർഷങ്ങൾ കടന്നുപോയി. ഡാനിയൽ ഇപ്പോൾ ലണ്ടനിൽ ആയിഷയോടൊപ്പം ഒളിവിൽ ജീവിച്ച് ഡിജിറ്റൽ പ്രൈവസിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രശസ്ത യൂട്യൂബറാണ്. തൻ്റെ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഡാനിയൽ കേരളത്തിൽ നിന്നുള്ള ആതിര എന്ന 16 വയസ്സുകാരിയുടെ കഥ പറയുന്നു. ഗവൺമെൻറ് നൽകിയ ലാപ്ടോപ്പിൽ പെരിസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്നു. അതുവഴി അവളുടെ വ്യാജ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ഒടുവിൽ അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. ഈ ലോൺ ആപ്പുകളുടെയും ചരട് വലിക്കുന്നത് ശക്തി സൊല്യൂഷൻസ് ആയിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ ശക്തി സൊല്യൂഷൻസിലെ മുൻ ഡാറ്റ അനലിസ്റ്റും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്ത ജ്യോതി കുര്യൻ്റെ ഫോൺ ഡാനിയലിൻ്റെ കൈകളിലെത്തുന്നു. ജ്യോതി മറ്റാരുമായിരുന്നില്ല, ഡാനിയലിൻ്റെ വിശ്വസ്തനായ മൈക്കിളിൻ്റെ കാമുകിയായിരുന്നു. ശക്തിയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും മൈക്കിളിന് ഈ ചതികളോട് വിയോജിപ്പുണ്ടായിരുന്നു. ഗവൺമെൻറ് ലാപ്ടോപ്പുകളിലൂടെ സാധാരണക്കാരുടെ ക്യാമറയും മൈക്കും ശക്തിയുടെ കമ്പനി നിയന്ത്രിക്കുന്നു എന്ന സത്യം ജ്യോതി കണ്ടെത്തുന്നു. എന്നാൽ അവൾ സത്യം പുറത്തു പറയുകയും മുൻപ് അവളെ നിശബ്ദയാക്കാൻ ശക്തി മൈക്കിളിനോട് ആവശ്യപ്പെടുന്നു. മൈക്കിൾ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ശക്തിയുടെ ആളാണെന്ന് തെറ്റിദ്ധരിച്ച് ജ്യോതി അവനെ അകറ്റി. ഒടുവിൽ അവൾ കൊല്ലപ്പെട്ടു. നളിനിയും ജ്യോതിയും കൊല്ലപ്പെട്ടത് VX എന്ന മാരക വിഷം മൂലമാണെന്ന് ഡാനിയൽ തിരിച്ചറിയുന്നു. ശക്തിയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്താൻ ഡാനിയൽ ഒരു യൂട്യൂബർമാരുടെ സമ്മിറ്റിൽ വെച്ച് ഈ രഹസ്യ കരാർ പുറത്തുവിടുന്നു. കലിപൂണ്ട ശക്തി ഡാനിയലിനെ എയർപോർട്ടിൽ വെച്ച് VX വിഷം നൽകി തട്ടിക്കൊണ്ടുപോകുന്നു. CCTVയിൽ ബോഡി ഡബിൾ ഉപയോഗിച്ച് വ്യാജ ദൃശ്യങ്ങൾ ഉണ്ടാക്കി. എന്നാൽ മുൻകൂട്ടി ആൻറ്റിഡോട്ട് കഴിച്ചിരുന്ന ഡാനിയൽ വിമാനത്തിൽ വെച്ച് ഗുണ്ടകളെ എതിരിട്ട് അറബിക്കടലിലേക്ക് പാരച്യൂട്ട് വഴി ചാടി രക്ഷപ്പെടുന്നു. വിമതൻ തൻ്റെ പ്രവാസം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. ഡാനിയലിനെ സഹായിക്കുന്നത് മറ്റാരുമല്ല, എയർഫോഴ്സിൽ ശക്തിയെയും മൈക്കിളിനെയും പഠിപ്പിച്ച ഒരു പഴയ ഓപ്പറേഷനിൽ വലതുകൾ നഷ്ടപ്പെട്ട് കടപ്പിലായ കേണൽ റഹീം നായിക് ആയിരുന്നു. മംഗളൂരുവിൽ കടൽ തീരത്ത് നിന്നും ഡാനിയലിനെ രക്ഷിച്ച റഹീമിൻ്റെ അടുത്തേക്ക് മൈക്കിളും വന്നു ചേരുന്നു. അവർ കർണാടകയിലെ കാടുകളിലൂടെ ശക്തിയുടെ ഗുണ്ടകളെ വെട്ടിച്ച് ഒളിവിൽ കഴിയുന്നു. കണ്ണൂരിലെ ഒരു മിലിറ്ററി നഴ്സിംഗ് ഹോമിൽ വെച്ച് ഡാനിയലിൻ്റെ ചോരയിലെ വിഷം മാറ്റാനുള്ള ചികിത്സ നടക്കുമ്പോൾ പ്രധാന സാക്ഷിയായ ആതിരയെ രക്ഷിക്കാൻ റഹീം കൊച്ചിയിലേക്ക് തിരിക്കുന്നു. കൊച്ചിയിലെ ഹോസ്പിറ്റലിൽ ശക്തിയുടെ കൊലയാളികൾ എത്തിക്കഴിഞ്ഞിരുന്നു. റഹീം തൻ്റെ ജീവൻ പണയം വെച്ച് ആതിരയെ അവിടെ നിന്നും മാറ്റുന്നു. കൊലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഡമ്മി രൂപം വീൽ ചെയറിൽ ഇരുത്തി ലിഫ്റ്റിലേക്ക് കയറ്റി.
ലിഫ്റ്റിനുള്ളിൽ വെച്ച് തൻ്റെ വടിയിൽ ഒളിപ്പിച്ച കത്തി കൊണ്ട് റഹീം ആ കൊലയാളികളെയെല്ലാം വകവരുത്തുന്നു. എന്നാൽ ആ പോരാട്ടത്തിൽ റഹീമിന് കടുത്ത കുത്തുകളേൽക്കുകയും അദ്ദേഹം വീരമൃത്യു വരികയും ചെയ്യുന്നു. മരണത്തിന് തൊട്ടു മുൻപ് ഹോസ്പിറ്റലിലെ CCTV ക്യാമറയ്ക്ക് മുന്നിൽ റഹീം തൻ്റെ വിരലുകൾ കൊണ്ട് മോഴ്സ് കോഡിൽ ഒരു സന്ദേശം നൽകിയിരുന്നു. ആതിരയെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം ജ്യോതിയുടെ അപ്പാർട്ട്മെന്റ്. റഹീമിൻ്റെ മരണം ഡാനിയലിനെയും മൈക്കിളിനെയും തളർത്തിയില്ല, പകരം കൂടുതൽ ശക്തരാക്കി. പെരിസ്കോപ്പ് ഉപയോഗിച്ച് അവർ ശക്തിയുടെയും JPSൻ്റെയും അഴിമതികളും കൊലപാതകങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. രാജ്യം മുഴുവൻ കത്തിയെരിഞ്ഞു. ശക്തി സൊല്യൂഷൻസിന് മുന്നിൽ ജനങ്ങൾ തടിച്ചുകൂടി. തൻ്റെ സാമ്രാജ്യം തകരുമെന്നായപ്പോൾ ശക്തി എല്ലാ സെർവറുകളും നശിപ്പിക്കാൻ ഉത്തരവിടുന്നു. ഇതിനിടയിൽ സ്വന്തം അച്ഛനായ JPSനെ ഫോണിൽ വിളിച്ച് ശക്തി ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ വിമാനത്തെ തീപിടിച്ച സംഭവം സഹതാപം നേടാൻ വേണ്ടി അച്ഛൻ തന്നെ പ്ലാൻ ചെയ്തതാണെന്ന് തനിക്ക് പണ്ടേ അറിയാമായിരുന്നു എന്ന്. നാണക്കേട് താങ്ങാനാവാതെ JPS സ്വന്തം തലയിലേക്ക് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുന്നു. പ്രതിഷേധക്കാർ കമ്പനിയിലേക്ക് ഇരച്ചു കയറുമ്പോൾ മൈക്കിൾ സെർവർ റൂമിൽ കയറി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. അവിടെ വെച്ച് ശക്തിയുമായി കടുത്ത പോരാട്ടം നടക്കുന്നു. ഒടുവിൽ അവിടെ എത്തുന്ന ഡാനിയൽ ശക്തിക്ക് കീഴടങ്ങാൻ ഒരു അവസാന അവസരം നൽകുന്നു. എന്നാൽ ശക്തി കൂട്ടാക്കിയില്ല. നളിനിയെയും ജ്യോതിയെയും കൊന്ന അതേ VX ഈശം ഡാനിയൽ ശക്തിയുടെ മേൽ സ്പ്രേ ചെയ്യുന്നു. ആൻറ്റിഡോട്ടിനായ വണ്ടി ഓടിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച ശക്തിയെ പ്രതിഷേധക്കാർ പിന്തുടരുകയും നിയന്ത്രണം വിട്ട കാറിടിച്ച് ശക്തി ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. കോടതിയിൽ മൈക്കിൾ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. ഡാനിയൽ ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ എത്തി കേണൽ റഹീം നായിക്കിൻ്റെ പേര് അവിടെ കൂട്ടിച്ചേർക്കുന്നു. ചടങ്ങിൽ വെച്ച് ഡാറ്റ ചീഫ് ശ്രീധരൻ ഡാനിയലിനെ നോക്കി ഗ്രേറ്റ് ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഡാനിയൽ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചരിത്രം എന്നെ ഓർക്കുക ഒരു മികച്ച ഇന്ത്യൻ രാജ്യദ്രോഹിയായിട്ടായിരിക്കുമോ അതോ മികച്ച ഇന്ത്യൻ ദേശസ്നേഹിയായിട്ടായിരിക്കുമോ? അധികാരത്തിൻ്റെ നിരീക്ഷണ ക്യാമറകൾക്ക് മുൻപിൽ പൊരുതി മരിച്ച വിമതൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്.